കാവിലേക്ക് പോകാൻ ഒരുങ്ങിയതാണ്. സമയം 8:30 രാത്രി. അപ്പോൾ കുടുംബക്ഷേത്രത്തിലാണ് ഉത്സവം തുടങ്ങിയിട്ട് ഒരു 6 ദിവസമായി. എൻ്റെ നേരത്തെ ഓരോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി. പിന്നെ എന്നെ കാത്തു നിന്നാൽ നട്ടപ്പാതിരി ആവുന്നവർക്ക് അറിയാം, അതുകൊണ്ട് കുറേ വേഗം വിട്ടിന്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി എന്തെങ്കിലും കിട്ടുമോ നോക്കണം. നമ്മൾ 4 ആളേ ഉള്ളൂ, അച്ഛൻ വരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ കുടുംബക്ഷേത്രമാണ്, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ വള്ളുവൻ കടവ് മുത്തപ്പൻ മടപ്പുരയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് വള്ളുവൻ കടവ്. കണ്ടോ, ഇവിടുത്തെ ഡെക്കറേഷൻ തന്നെ പൊളിയാ. എന്നിട്ട് കേറിക്കോന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കേറാണ്ട് അവിടെ ഇന്ന് ഗാനമേള ഉണ്ട് കേട്ടാ. പയ്യന്നൂർ ഓർക്കസ്ട്ര ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അത്ര ഓർമ്മയില്ല. പിന്നെ നമ്മളെ കാവ് ഫുൾ സെക്യൂരിറ്റി ആണല്ലോടാ അല്ലേ. नजरिया लागे नहीं कहीं ओ नजरिया लागे नहीं कहीं കാവിലെ ഉത്സവത്തിനെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാ ബന്ധുക്കളെയും നമ്മൾ കാണുമല്ലേ. ഇതെൻ്റെ ഏച്ചിയും മക്കളും വന്നിട്ടാ, അച്ഛൻ്റെ ഏട്ടൻ്റെ മോളും മക്കളും. ഈ കാണുന്ന ക്യൂവിൽ അമ്മ ഏറ്റവും ലാസ്റ്റാണ്. ഇത് ഊട്ടുപുരയിലേക്കുള്ള വരിയാണ്. പക്ഷേ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഊട്ടുപുര, ഫുള്ളാണ്. കറി, പരിപ്പ്, പിന്നെ മോര്, അച്ചാറ്, പായസം. ഈ അച്ചാറ് വാങ്ങിയിട്ടില്ലേ? അച്ചാറുണ്ടായിരുന്നല്ലോ, നല്ല പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അടുത്ത ടീമിനെയും കൂടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ വൃന്ദേച്ചി, റിജുവേട്ടനും പിന്നെ വൃന്ദേച്ചിൻ്റെ അമ്മയും പിള്ളേരും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെ നിന്നിട്ടുണ്ടായിരുന്നു കുറേ സമയം. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഈ പ്രകടിപ്പിക്കുന്നത്. കുറുക്കൻ്റെ കണ്ണ് കോഴിക്കുട്ടി തന്നെ എന്ന് പറഞ്ഞ പോലെ മുട്ടിന് ഇതാ കമ്മലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് പോകണം, എവിടെ നിന്ന് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനും വൃന്ദേച്ചിയും. അപ്പോൾ 3 സ്ഥലത്തായിട്ട് ഇങ്ങനെ കമ്മൽ വെച്ചിട്ടുണ്ട്. അപ്പം 3 സ്ഥലത്തും പോയി തിരഞ്ഞിട്ട് നമ്മൾ കമ്മൽ വാങ്ങി കേട്ടോ. ഗാനമേളയുടെ സ്വഭാവം, അതായത് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അടിപൊളി പാട്ടിലേക്കാണ് കൂടുതൽ പോകുന്നത്. പക്ഷേ ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസിക്കൽ സോങ് കൂടി തരട്ടെ ഇഷ്ടപ്പെട്ടോ? ആരെങ്കിലും തിരിച്ചറിയാൻ വേണ്ടി ആ കുഞ്ഞു കൈയ്യടി ഒരിക്കൽ കൂടി തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണോ? തിരിച്ചറിയാൻ വേണ്ടി. ആഹാ, നല്ലൊരു ഗൂഗിളൊക്കെ കേട്ടായിരുന്നല്ലോ, അടിപൊളി, സൂപ്പർ. യെസ്, കോഴിക്കോട് മഹാനഗരത്തിൽ ഷൂട്ട് ചെയ്ത വളരെ മനോഹരമായ ചിത്രമായിരുന്നു കുട്ടൻ തമ്പുരാൻ എന്ന ബ്യൂട്ടിഫുൾ കഥാപാത്രം നമുക്ക് വേണ്ടി ഒരുക്കിയ മനോജ് കേജ്. അദ്ദേഹത്തിന്റെ മികച്ച സഖ്യമായ ചിത്രമായിരുന്നു സർഗം എന്ന ചിത്രം. ആ ചിത്രം വേണ്ടി ചിത്രപ്പെടുത്തി ബോംബെ രവി സർ അദ്ദേഹം ബ്യൂട്ടിഫുൾ ആയിട്ട് സംഗീതം ഒരുക്കി ദാസേട്ടൻ ആലപിച്ച അതിമനോഹരമായ സോങ്. വേദിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം മിസ്റ്റർ അനീഷ് പൂന്തോട് ഓൺ ദ സ്റ്റേജ്.
സല്ലാപമേ നിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കും സന്താന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ. ആ മിടുക്കനായ കലാകാരനെ ഞാൻ ക്ഷണിക്കുകയാണ്. വന്നു റെഡി അതെ പെട്ടെന്ന് എന്റെ മോനെ ആരായിരുന്നു പറഞ്ഞത്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട അല്ലു അർജുൻ. അദ്ദേഹത്തിന്റെ മികച്ച ശ്രദ്ധേയമായ ചിത്രമായിരുന്നു പുഷ്പ 2 എന്ന ചിത്രം. ആ ചിത്രം വേണ്ടി ചിത്രപ്പെടുന്ന ബ്യൂട്ടിഫുൾ സോങ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം മിസ്റ്റർ ഗൗതം ഭാസ്കർ ആൻഡ് സനീറ്റ ഗ്രേസ് ഓൺ ദി കോറസ്. യെസ്. ಮಲ್ಲಿಕ ಬಾಳದೆ ಅಂಬುಗಳು ಕಣ್ಮನ ತುಂಬುಗಳು ಅಂಬಿಳಿ ಕೂನಿನ ನಾಂಬುಗಳು ಪುಂಜಿರಿ ತುಂಬಿಗಳು ಮುಲ್ಲ ಮಲರ್ಮಡಿ ಚೆಂಡುಗಳು ನಿಂಬಡಿ ಚುಟ್ಟುಗಳು ಕೆಂಡನೆ ಕೆತ್ತದ ಮಂಡುಗಳು ಹೂವಿನ ತುಂಡುಗಳು వాటి మొత్తం మణికే పక్కమ్మ వాటి పడతావు వాటి ముచ్చావు వాటి కలపల మొత్తం నరచావు వాటి అయ్యే తొడుపుదు వాటి వాటి కారణం సుమదు వాటి వాటి కట్టమూట పెసపడ్డావు వాటి వందచ్చ ఫీలింగ్స్ వండి వండి ఆ వందచ్చ ఫీలింగ్స్ తెలుసు వందచ్చ ఫీలింగ్స్ వండి ఆ അപ്പോൾ വള്ളുവങ്കടനോട് വിട പറയാന്ന്. ഇനി അവസാന ലാസ്റ്റത്തെ ദിവസം വരണം എന്നല്ല ആഗ്രഹമുണ്ട്, പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും അമ്മയും പാറൂസും റിജോയേട്ടൻ്റെ കൂടെ ഓട്ടോന് പോയി. ഇനി ഞാനും ശ്രീകുട്ടനും മാത്രം. ശ്രീകുട്ട ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വള്ളുവങ്കടയിലെ വീഡിയോ എൻ്റെ മുന്നേ ഞാനൊരുക്കി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്രയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കോട്ട് നടക്കുമ്പോൾ ശരിക്കും പുഴയാണേ. പുഴേൻ്റെ നടുക്ക് ഒരു തോണിയൊക്കെ വെച്ചിട്ടുണ്ട്. തോണിയിൽ കുറേ ഡെക്കറേഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് കേട്ടോ. വെറൈറ്റി ആയിരിക്കും, ഓരോ വർഷം ഓരോ ടൈപ്പിലായിരിക്കും ഇവിടുത്തെ ഡെക്കറേഷൻ. അടിപൊളി. ഇങ്ങനെ വരുമ്പോൾ തന്നെ നല്ലൊരു വൈബാണത്. അപ്പോൾ നമ്മൾ ശ്യാമുവിനെ ഏടിയും കണ്ടിട്ടില്ല കേട്ടോ. ആ ഇരുന്ന കൂട്ടത്തിൽ ഏടിയും ഉണ്ട്. ഞാൻ കുറേ പരത്തിയൊക്കെ ഏടിയും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും പരിപാടി കഴിയാണ്ടൊന്നും മൂപ്പർ വീട്ടിലെത്തും തോന്നില്ല. ഗാനമേള കഴിഞ്ഞില്ല ഗൈസ്. ഇപ്പം ശൂരം കൂടെ ഇപ്പം പറഞ്ഞ വേൽമുരുക കേട്ടാ പാടുന്നിപ്പം. സൂര്യനദിക്കും പുലരിക്കതിരൻ വെള്ളിത്തേരെ കാടും മലയും പുഴയും കടന്ന് തേരി വരുന്നൊരു വെള്ളിത്തേരാണ്. ശ്രീകുട്ടൻ നാണക്കേടാണ്. ഞാനിങ്ങനെ റോഡുമ്പോൾ നല്ല റോഡുമ്പോൾ ഇങ്ങനെ പാട്ടോടണമെന്ന് എൻ്റെ നാണവന്മാരെല്ലാം പോയി ഗൈസ്. അപ്പോൾ വേറൊരു വീഡിയോ നാളെ കാണാം. അല്ല, നാളെ ഇല്ല, ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ രസം. ബൈ.